എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നടന്ന 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 7 ആക്ടിവിറ്റീസാണുള്ളത്. അതിൽ 5 ആക്ടിവിറ്റീസിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. രാമു, ആർ യു സിറ്റിംഗ് ഐഡിൽ ടുഡേ ടു? നീ ഇന്ന് ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? ഹൗ മെനി ടൈംസ് ഡിഡ് ഐ കോൾ യു ടു പ്ലഗ് ദ കോക്കനട്ട് ഇൻ മൈ ഗ്രോ? എത്ര ദിവസമായി നിന്നെ തേങ്ങ പറിക്കാൻ വിളിക്കുന്നു? ഐ ഷാൽ കം ടുമോറോ, ഞാൻ നാളെ വരാം. ഡു യു അഗ്രി വിത്ത് ദ ലേസി റിപ്ലൈ ഓഫ് രാമു? ഗീവ് റീസൺ. മടിയ റിപ്ലൈ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എന്താ റീസൺ? വിച്ച് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലാൻഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ക്യാപിറ്റൽ? 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ രാമുവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? No, I don't agree with Ramu's lazy reply. He should take responsibility and complete the task assigned to him. ഇനി അടുത്ത നാച്ചുറൽ റിസോഴ്സ് ഇൻക്ലൂഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലാൻഡ് ഏതൊക്കെയാണ്? വാട്ടർ, മിനറൽ, ഫോറസ്റ്റ്, സോയിൽ. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ക്യാപിറ്റൽ? ക്യാപിറ്റലുമായിട്ട് ബന്ധമില്ലാത്തത് കമ്പ്യൂട്ടർ, ഇലക്ട്രിസിറ്റി, ഫാക്ടറി, ലേബർ. ഇതിൽ ബന്ധമില്ലാത്തത് എന്താണ്? ക്യാപിറ്റലുമായിട്ട് ബന്ധമില്ലാത്തത് ലേബറാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി, ഈച്ച് ക്ലൈമറ്റ് റീജിയൻ ഹാസ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഇൻഹാബിറ്റൻസ് ആർ ഡെപ്പിക്റ്റഡ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലുള്ളത് ഏത് ഇൻഹാബിറ്റൻസ് ആണ് എന്നാണ് ചോദ്യം. ഏത് ഇൻഹാബിറ്റൻസ് ആണ്? ഇത് ഇന്യൂട്ട്സ് ആണ്. Write the peculiar inhabitants based on the given. Inuits are dwellers of the permanently snow-covered region in the northern part of North America and Eurasia. Inuits are adapted to the adverse climate and lack of resources. This region is characterized by extremely long days and nights, and each lasting about 6 months. Hunting and fishing are a means of life. They live in small group and never settle anywhere permanently. Next question നോക്കാം. The diagram shows various strata of a medieval European city: king, lord, lesser lord, farmers. Prepare note on various strata of a medieval European city. One was the association of traders in the cities of the medieval Europe known by. For the king enjoyed the highest status of the feudal society. The lords were those who received land from the king. The lesser lords were those who received land from the lords. The farmers stood at the lowest stratum of the feudal society. What was the association of traders in the cities of medieval Europe known by? That is guild. ഇനി അടുത്തത്, hot deserts have specific climatic characters. Find out the correct statement related to the climate of a hot desert. Temperature is high during the day and less in the night. Rainfall with thunder and lightning every afternoon. അത് തെറ്റാണ്. Very low temperature during winter. The winter season lasts for 6 months. ഇതിൽ ശരിയായ ഉത്തരം ഫസ്റ്റ് 1ഉം ശരിയാണ്. അതേപോലെ തന്നെ തേർഡ് 1ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് തേർഡ് എഴുതാം. ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ടെമ്പറേച്ചർ ഈസ് ഹൈ ഡ്യൂറിങ് ദ ഡേ ആൻഡ് ലെസ് ഇൻ ദ നൈറ്റ്. ദാറ്റ് ഈസ് ട്രൂ. ഹോട്ട് ഡെസേർട്ട് എക്സ്പീരിയൻസ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. ഇനി അടുത്തത്, റെയിൻഫോൾ വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റിംഗ് എവരി ആഫ്റ്റർനൂൺ. അത് ഫോൾസ് ആണ്. ഇനി വെരി ലോ ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ, അത് ട്രൂ ആണ്. വിൻ്റർ ഇൻ ഹോട്ട് ഡെസേർട്ട് ക്യാൻ ബി ക്വയറ്റ് കോൾഡ്. ഇനി ദ വിൻ്റർ സീസൺ ലാസ്റ്റ് ഫോർ 6 months, അത് ഫോൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഹാർ ദ ഗിവൺ ഓർഗാനിസം ഫൗണ്ട്? കംപ്ലീറ്റ് ദ ടേബിൾ. ഹ്യൂമർ, പാരറ്റ്, ക്യാമൽ, സീൽ, ഡോങ്കി, ഹിപ്പോപ്പൊട്ടാമസ്, ഹോഴ്സ്, പോളാർ ബെയർ. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണുന്നത് ല്യൂമറും അതേപോലെ തന്നെ നമുക്ക് വേറെ എന്ത് എഴുതാം? പാരറ്റ് എഴുതാം. ഓക്കെ, പാരറ്റ് എഴുതാം. അതേപോലെ ഹിപ്പോപ്പൊട്ടാമസിനെ നമുക്ക് എഴുതാം. ഹോട്ട് ഡെസേർട്ടിൽ നമുക്ക് ഡോങ്കി, ക്യാമൽ, അതേപോലെ ഹോഴ്സസ്, ഫോക്സസ്, സ്നേക്സ് ഒക്കെ എഴുതാം. തുന്ദ്ര റീജിയനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സീലും പോളാർ ബെയറുമാണ്. നെയിം ദ ടെമ്പറേച്ചർ സോൺ ലൊക്കേറ്റഡ് 30 degree and 65 degree ഇൻ ദ ഇക്വേറ്റർ. എന്താണ്? ടെമ്പറേറ്റ് സോണാണ്. എന്താണ്? ടെമ്പറേറ്റ് സോൺ. സദേൺ ഹെമിസ്ഫിയറിലുള്ള ടെമ്പറേറ്റ് സോണാണ്.
ഇനി അടുത്ത ആക്ടിവിറ്റി 5 ആണ്. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ ടു മോഷൻ ഓഫ് ദ എർത്ത്. കംപ്ലീറ്റ് ദ ടേബിൾ അക്കോർഡിംഗ് ടു their peculiarities. മോഷൻ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. എർത്ത് റൊട്ടേറ്റ്സ് ദ സൺസ്. അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു സോളാർ സിസ്റ്റം. ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് അറൗണ്ട് ദ സൺ. സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്സ്. ഓൾ പ്ലാനറ്റ്സ് ഹാവ് ദെയർ ഓൺ ഓർബിറ്റ്. ഇതിൽ ശരിയായ ഉത്തരം ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാനറ്റ്സിനും സാറ്റലൈറ്റ് ഇല്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ബാക്കി ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് അറൗണ്ട് ദ സൺ. സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഓൾ പ്ലാനറ്റ്സ് ഹാവ് ദെയർ ഓൺ ഓർബിറ്റ്സ് ഒക്കെ ശരിയാണ്. ഇനി നമുക്ക് മോഷൻ നമുക്കിത് പെക്യുലാരിറ്റീസ് ഓഫ് റൊട്ടേഷനിൽ നമുക്ക് എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് എന്ന് എഴുതാം. റെവല്യൂഷൻ എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ സൺ ആണ്. റൊട്ടേഷന് ടൈം 24 hours ആണ്. റെവല്യൂഷന് 1 year ആണ്. ഇനി റൊട്ടേഷന് റിസൾട്ട് ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ്. അതേപോലെ റെവല്യൂഷന് ചേഞ്ച് ഓഫ് സീസൺ ആണ്. ഇനി അടുത്ത് വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ ബിക്കോസ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് കോസിങ് ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾസ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്സ്. നോട്ട് ഓൾ പ്ലാനറ്റ്സ് ഇൻ അവർ സോളർ സിസ്റ്റം ഹാവ് നാച്ചുറൽ സാറ്റലൈറ്റ്സ്. 86 നോക്കാം. വിത്തിര സ്വാമി ടെമ്പിൾ, റെഡ് ഫോർട്ട്, കാമാഖ്യ ടെമ്പിൾ, കുത്തബ് മിനാർ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കൺസ്ട്രക്ഷൻ ബൈ വിജയനഗര കിങ്സ്. ഇപ്പോൾ വിജയനഗര കിങ്സ് കൺസ്ട്രക്ട് ചെയ്തത് എയും സിയുമാണ്. ഒബ്സർവ് ആൻഡ് കമ്പയർ ദ പിക്ചേഴ്സ് എ ആൻഡ് ബി. മേക്ക് നോട്ട് ഓൺ ഓഫ് ദെയർ ആർക്കിടെക്ചർ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് അത് എയും ബിയും ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പാർട്ട് ഫ്രം ആർക്കിടെക്ചർ, മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ഓൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിംഗ് മെഡീവൽ പീരിയഡ്. വാട്ട് വാസ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക്? ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കവാലി? അപ്പോൾ കവാലി നമ്മൾ നേരത്തെ പഠിച്ച അമീർ ഖുസ്രു ആണ്. പിന്നെ ഹിന്ദുസ്ഥാൻ ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കവാലി അമീർ ഖുസ്രു ആണ്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് ഏതൊക്കെ? മലയാളം, ഹിന്ദി, ഒഡിയ, ഗുജറാത്തി. അതേപോലെ ലിറ്റററി വർക്കും മലയാളത്തിൽ ആധ്യാത്മ രാമായണം എഴുത്തച്ഛനാണ്. പിന്നെ ഹിന്ദിയിൽ രാമചരിത മാനസാണ് തുളസീദാസ്. ഹിന്ദിയിൽ രാമചരിത മാനസ് തുളസീദാസ്. ഒഡിയയിൽ മഹാഭാരത നന്നയ്യ. ഗുജറാത്തിയിൽ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചോദ്യം ഇതാണ്. ദ വെതർ ഫോർകാസ്റ്റ് ഇൻ ദ സ്റ്റോം ആൻഡ് ബ്ലോ വിൽ ബിലോ ബിറ്റ്വീൻ 10 degree and 15 degree. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ലൈക്ലി ടു ഗെറ്റ് എഫക്റ്റഡ്? അപ്പോൾ അത് ഏതാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ഓഡ് എമംഗ് ദ ഫോളോയിങ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കാപ്രിക്കോൺ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ആർട്ടിക് സൈക്കിൾ. ഏതാണ് ശരി? ഇതിൽ ദ ഓഡ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കൻ ആർട്ടിക്കൽ സർക്കിൾസ് ആർ geographical lines that mark specific latitudes on the Earth's surface. International dateline, on the other hand, is an imaginary line that runs roughly through the middle of Pacific Ocean.